അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ പോയി തുടങ്ങി. മൂന്നാളും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. ഒരു സ്കൂളിൽ തന്നെ മൂന്നാളും പഠിക്കുന്നത്. അപ്പം കുട്ടികളൊക്കെ പോയതിന് ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. അപ്പം മക്കൾ പറാത്ത ഉണ്ടായിരുന്നു, റെഡി കുക്ക് പറാത്ത ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി എടുത്തു. പിന്നെ ഒരു സിമ്പിളായിട്ടൊരു പൊട്ടറ്റോ കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മക്കൾ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോയി. ഇനി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കും ഇക്കാക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരുമിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ മക്കൾക്ക് ഇന്ന് ഫുഡൊന്നും കൊണ്ടുപോകാനൊന്നും കൊടുത്തില്ല. അപ്പോൾ അവർ അവിടെ നിന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കലാണ്. സ്ട്രോബെറി നല്ല വലിപ്പമുള്ള സ്ട്രോബെറി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ നന്നായിട്ട് കിട്ടുമല്ലേ. പൊതുവേ നമുക്ക് ഒരു ജനുവരി ഫെബ്രുവരി മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രോബെറി ബ്ലൂബെറി ഒന്നും അങ്ങനെ കിട്ടില്ല. അപ്പം ഞാനത് കുറച്ച് വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോൾ അത് കിട്ടും, അവൈലബിളായിട്ട് ഉണ്ടാവും. അപ്പം ഈ ഒരു മാർച്ച് മാസമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കേട്ടോ. ചൂട് തുടങ്ങിയാൽ പിന്നെ നമുക്കത് കിട്ടില്ലല്ലോ. പിന്നെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. ഒരു പറാത്ത എടുത്തിട്ടുണ്ട്, പിന്നെ പൊട്ടറ്റോ കറിയും. അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് ബേസിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് കഴുകി എടുക്കലാണ്. അപ്പോൾ കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാൻ നിൽക്കില്ല കേട്ടോ. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പണി നടക്കില്ല. നമ്മൾ ഫോണ് തോണ്ടി അങ്ങനെ സമയം പോകും. പിന്നെ ഒരു ഓട്ടപ്പാച്ച്. പിന്നെ രാവിലത്തെ ആ ജഗപുക പോലെ തന്നെയാണ് പിന്നെ വരുമ്പോഴത്തേക്കും ഉണ്ടാവുക. ചോറിൻ്റെ സമയമാകുമ്പോൾ ഒരു തിരക്കും തിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് കിടക്കാനും ഇരിക്കാനും മെനക്കെടില്ല. പെട്ടെന്ന് തന്നെ പണി തീർത്തിട്ട് ഇറങ്ങാൻ നോക്കും. അപ്പോൾ പാത്രങ്ങളൊക്കെ ക്ലീനായാൽ തന്നെ ഒരുവിധം നമ്മൾ കിച്ചണൊന്നും ഒതുങ്ങുമല്ലേ. അപ്പം ഞാനെല്ലാം ഒന്ന് കഴുകിയെടുക്കലാണ്. അപ്പോൾ ഇന്നൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പം ചോറ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചോറിൻ്റെ പണിയൊന്നുമില്ല. കിച്ചണും പിന്നെ വീടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി, ഒന്ന് ഡീപ്പ് ക്ലീനൊന്നും ചെയ്യുന്നില്ല, ഒന്ന് ഒതുക്കി വെക്കണം, അത്രേ ഉള്ളൂ. അപ്പം തലേന്ന് ഞാൻ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. ബെഡ്ഷീറ്റൊക്കെ നേരത്തെ തന്നെ പിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പണിയൊന്നുമില്ല. ഒന്ന് കിച്ചണൊന്ന് ഒതുക്കണം, പിന്നെ ഒന്ന് ചെടിയൊക്കെ നനക്കണം. കുളിച്ച് ഫ്രഷായിട്ട് പുറത്ത് പോകാൻ ഇറങ്ങില്ലാന്ന്. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച്. പാത്രങ്ങളൊക്കെ ഏകദേശം കഴുകി തീർന്നിട്ടുണ്ട്. ഇനി കിച്ചണിൽ കൗണ്ടർ ടോപ്പും ഗ്യാസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. വർക്ക് ഏരിയയിലൊക്കെ പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. കിച്ചണും കൗണ്ടർ ടോപ്പും ഞാൻ ക്ലീൻ ചെയ്തിട്ടതാണ്. എന്നാലും പറാത്തയും ഒക്കെ ചൂടാക്കി എടുത്തതല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് എണ്ണയൊക്കെ ചേർത്തിട്ടല്ലേ, അപ്പോൾ അതൊന്നും തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുത്ത്. അപ്പം ഗ്യാസ് അടുപ്പൊക്കെ ഞാൻ രാത്രിയിലാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. പണിയൊക്കെ എല്ലാം തീർന്നിട്ട് ഒന്ന് നന്നായിട്ട് നോബും എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പൊതുവേ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. ഇപ്പോൾ രാത്രിയിലാണ് ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കൽ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പണി ചെയ്യുമ്പോൾ ഇങ്ങനെ കൈകി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ പുറത്തൊക്കെ അതിൻ്റെ സൈഡൊക്കെ നല്ല തുടച്ചെടുക്കും. എന്നിട്ട് ബാക്കിയെല്ലാം നല്ല ഡീപ്പ് ക്ലീനായിട്ട് രാത്രിയിലാണ് ചെയ്യുന്നതല്ല പണിയും കഴിയുമ്പോൾ. ഇൻഷാ അല്ലാഹ് നൈറ്റ് റൂട്ടീൻ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പം തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ എനിക്കൊരു ഉഷാറ് കിട്ടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നൈറ്റ് ക്ലീനൊക്കെ ഞാൻ ഉൾപ്പെടുത്താം.
അപ്പോൾ ക്ലീനിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞ്. അപ്പോൾ ഇനി കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ രാവിലെ തന്നെ ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമുണ്ടാവില്ല. അപ്പം ഇഷ്ടമില്ല, അപ്പോൾ കൊടുത്തു കഴിഞ്ഞാലും മുഴുവനൊന്നും കഴിക്കില്ല. വൈകുന്നേരം വന്നിട്ടാകുമ്പോൾ അവരിരുന്ന് കഴിക്കും. ഇപ്പം മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ വേണ്ട, വൈകുന്നേരം വരുമ്പോഴത്തേക്ക് സ്മൂത്തി ചെയ്ത് വെക്കണം. അപ്പോൾ സ്മൂത്തി കുടിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വന്നാലും ചായയും കോഫിയെല്ലാം കുടിക്കുന്നതിനെക്കാട്ടും അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് ബോക്സിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ പുറത്ത് പോയിട്ട് വരുമല്ലോ, വന്നിട്ട് മക്കൾ വരുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ വന്നിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ബോക്സിലാക്കി വെക്കലാന്ന്. അപ്പോൾ ഇത് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ചെടികളിലൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ മക്കൾ മദ്രസയിൽ പോകാൻ എണീറ്റ അപ്പോൾ തന്നെ പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ ചെടിയെല്ലാം നനയ്ക്കും രാവിലെ തന്നെ. ഇപ്പോൾ നല്ല ചൂടല്ല, ഭയങ്കര ചൂടാണ്. നമ്മുടെ മുഴപ്പിലങ്ങാട് ഭയങ്കര ചൂടാണ്. ഇപ്പം ഞാനിപ്പം എല്ലാവരും എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറയാം മുഴപ്പിലങ്ങാട് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു പറയില്ല. അപ്പോൾ ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ് അല്ലേ, നല്ല ഷെയ്ഡ് വരുന്ന ചെടികളാണ്. അപ്പോൾ ഞാനൊരു പ്ലാന്റ്സിന് വേണ്ടിയിട്ടൊരു ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിന് പോളികാർബൺ ഷീറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് ഇൻഷാല്ല ചെയ്യാം. അപ്പോൾ ചെടിയെല്ലാം അതിൻ്റെ ഉള്ളിലാണ്, എന്നാലും ഭയങ്കര ചൂട്. അപ്പോൾ ഇത് ഇലയിലെല്ലാം എന്തെല്ലോ ഇത് വൈറ്റ് ഫ്ലൈ പോലത്തെ എന്തെല്ലോ ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വേപ്പെണ്ണയും സോപ്പെല്ലാം ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാമെന്നെല്ലാം വിചാരിക്കണം. അപ്പോൾ ഫുള്ള് എന്തോ ഒരു രോഗം പിടിച്ച പോലെ ആയിട്ടുണ്ട് ചെടികളെല്ലാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ നോട്ടമൊന്നും ഇല്ല. നമ്മൾ മക്കളെ നോക്കുന്ന പോലെ നോക്കണം കേട്ടോ, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് എല്ലാം കിട്ടുള്ളൂ. ഇപ്പോൾ ലീഫ് പെട്ടെന്നൊന്നും കേടായിപ്പോകുന്ന ലീഫൊന്നുമല്ല, ആന്തൂറിയം വെറൈറ്റീസാണ് കുറച്ചുള്ളത്. അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ ഒരു രോഗം വന്നുകൊണ്ടാണ് എല്ലാം ഒരു മഞ്ഞ കളർ അടിച്ച പോലെ. അപ്പം ഞാനെല്ലാം ആദ്യം ആ ഒരു വെള്ളീച്ച പോലത്തെ സംഭവമില്ല, അപ്പോൾ അതിന് വെള്ളം ഒന്ന് ആദ്യം നല്ലോണം ചീറ്റിച്ച് അതൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ വേപ്പെണ്ണയും ലിക്വിഡ് സോപ്പില്ലേ നമ്മുടെ പാത്രം കഴിയുന്ന ലിക്വിഡും ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുത്തത്. അപ്പോൾ പിന്നെ അത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന്, അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഗാർഡൻ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാനത് ഗാർഡൻ വീഡിയോസും കൂടെ ഉൾപ്പെടുത്താം. അപ്പം ഇൻഡോർ പ്ലാന്റ് മാത്രമല്ല, എനിക്ക് കുറേ ഫ്രൂട്ട് പ്ലാന്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിന്. ഒരു 100-200 വെറൈറ്റിയോളം ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടായിന്. അപ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാനൊരു അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷണത്തിന് ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ആ ഒരു ഡിപ്രഷൻ ടൈമിൽ എനിക്കൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, എല്ലാം നശിച്ചു പോയി. ഇപ്പോൾ ഉള്ളതൊക്കെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് 1000 സബ്സ്ക്രൈബെല്ലാം കഴിയുന്ന സമയത്ത് ഞാൻ എൻ്റെ ആ ഒരു സ്റ്റോറി ഇൻഷാ അല്ലാഹ് പറയാൻ നോക്കാം. ഇൻഷാ അല്ലാഹ് എനിക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നെപ്പോലെ എന്താ പറയുക, മൈൻഡ് ഒരു ലെവലിലെത്തിയിട്ട് പറയാമെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഡിപ്രഷനിലൊക്കെ അടിമയായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സ്റ്റോറിയൊക്കെ പറയാം. അപ്പോൾ ഞാനിത് 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു, സ്ട്രോബെറി ജാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ സമയത്ത് ഞാൻ പറഞ്ഞ ഈ സീസണായിട്ട് സ്ട്രോബെറി ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ജാമും പിന്നെ കുറച്ച് ഫ്രോസണായിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ കുറച്ച് സ്ട്രോബെറി അധികം തന്നെ ഒരു 4-5 ബോക്സ് സ്ട്രോബെറി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബ്ലൂബെറിയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ബ്ലൂബെറി ജാം ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, സെയിം സ്ട്രോബെറി ജാമിൻ്റെ പ്രൊസീജിയർ തന്നെയാണ്. അപ്പം അതേ സെയിം ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബ്ലൂബെറി ജാമാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലൂബെറിൻ്റെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്ലോഡ് ആവുന്നില്ല കേട്ടോ വീഡിയോ, കുറേ സമയം എടുക്കുമ്പോൾ പെട്ടെന്ന് അപ്ലോഡ് ആവുന്നില്ല, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ആവുന്നത്. അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല, വേറെ തന്നെ വെച്ചിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ ഇതാ സ്ട്രോബെറിയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പം സ്ട്രോബെറി നല്ലോണം കൈകി തുടച്ചിട്ടാണ് കട്ട് ചെയ്തത്. ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടായിട്ടില്ല. വെള്ളം ഞാനങ്ങനെ വെള്ളത്തോടെ ചെയ്യലില്ല, എനിക്കത് പൂത്തു പോകുന്നുള്ള പേടിയുണ്ട്. ഞാൻ ഫുൾ വെള്ളം നല്ലോണം ഉപ്പിയെടുത്തിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ഒരു ഫ്രൈ പാനിൽ ഒരു നല്ല കട്ടിയുള്ള പാനിലോ പാത്രത്തിലോ ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മക്കൾക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണിത്.
ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ജാമല്ലേ, നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാണ്ട് നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നതല്ലേ. അപ്പം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം നല്ലോണം നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 250 ഗ്രാമിൻ്റെ കപ്പാണ് അതപ്പം 250 ഗ്രാം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പം ഒരു 5 ബോക്സോളം സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പുളി കൂടുതലല്ലേ, അപ്പം ഒരു 1/4 കിലോ പഞ്ചസാരന് വേണ്ടി വരും. അപ്പോൾ ഇത് തിളക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. പഞ്ചസാരയെല്ലാം ഉരുക്കിയിട്ട് കുറച്ച് നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പം അത് വറ്റി വരും കേട്ടോ. കുറച്ച് സമയം എടുക്കും ചെയ്യാൻ, എന്നാലും നല്ല ഫ്ലെയിമിൽ തന്നെ, നല്ല മുഴുവനായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. ലോ ഫ്ലെയിമിൽ ലാസ്റ്റ് ഞാൻ പറയും, ആ സമയത്ത് മാത്രം ലോ ഫ്ലെയിമിലാക്കിയാൽ മതി. അപ്പം ഈ ഒരു ടൈമിന് നല്ലോണം തിളപ്പിച്ച് എടുക്കുക. ഇത് നല്ലോണം വെള്ളം ഇങ്ങനെ കയറി വരുമ്പോൾ ഇത് വറ്റുകയും ചെയ്യും ഇതുപോലെ തന്നെ. അപ്പോൾ ഇത് നല്ലോണം വറ്റി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സ്ട്രോബെറി കുറച്ച് വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് എനിക്കിങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രഷായിട്ട് കടിക്കാൻ കിട്ടില്ല, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടല്ല, കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത്. അപ്പം ഇങ്ങനെ ചെറിയ പീസ് കിട്ടുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തത്. പിന്നെ ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നല്ലോണം വറ്റി വരുന്ന സമയത്ത് നമുക്ക് 1 മുറി ചെറുനാരങ്ങ നീരും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ചെടിയൊക്കെ നശിച്ചു പോയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ എല്ലാം വീഡിയോസ് ചെയ്യും. പിന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആദ്യം കഴിയേണ്ടത് നമുക്ക് തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്നിട്ടും കിടന്നിട്ടും ഫോണിൽ കളിച്ചിട്ടെല്ലാം നമ്മളെ ലൈഫ് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയും. അപ്പോൾ ആ സമയത്തെല്ലാം നമുക്കെന്താണോ നമ്മളെ പാഷനായിട്ടുള്ളത് അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ ഞാൻ വലിയൊരു മണ്ടത്തരം ചെയ്ത് ഡിപ്രഷൻ വന്ന സമയത്ത്, സ്ട്രെസ് ഇരിക്കുന്ന സമയത്ത് എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് ഗാർഡനിങ് ഒക്കെ ചെയ്യുക. ഞാൻ ഉള്ള ഗാർഡൻ നശിപ്പിക്കുക ചെയ്തത്. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. ഇനി നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് പൈസ ചിലവ് വരും. ഇൻഷാ അല്ലാഹ് വീണ്ടും എല്ലാം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ എല്ലാം ഉണ്ടായിരുന്നു. മുന്തിരി വരെ എനിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ സ്ട്രോബെറി ഈ ഒരു ഇതിൽ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ ഇങ്ങനെ ഇട്ട് നോക്കുക. അപ്പോൾ ഇതിങ്ങോട്ടേക്ക് ചെരിച്ച് നോക്കുമ്പോൾ അവിടെ തന്നെ സ്റ്റിക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് പാകമായി എന്നാണ് അർത്ഥം. അപ്പോൾ കുറച്ചിങ്ങനെ ലൂസായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നും കൂടെ തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു പാകമായപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ ഇതാ ജാം റെഡിയായപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിതൊരു ജാറിലേക്ക് മാറ്റിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബൊക്കെ കുറച്ച് ആവട്ടെ, ആ ടൈമിൽ ഞാൻ എൻ്റെ സ്റ്റോറി പറയുന്നതാണ്. അപ്പം എന്നെപ്പോലെ എന്താ പറയുക, നമ്മളെല്ലാവരും സ്ട്രെസ്സും ഡിപ്രഷനെല്ലാം അനുഭവിക്കുന്നവരാണല്ലേ. അപ്പം നമ്മളെ ലൈഫ് ഇങ്ങനെ കിടക്കി കിടന്നിട്ട് തീർക്കും. പിന്നെ എന്തൊക്കെ നമുക്ക് കഴിവുണ്ടെങ്കിലും നമുക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊക്കെ തരണം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെ സെൽഫ് മോട്ടീവ് ചെയ്യാം. നമ്മൾ എന്തായാലും നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് ഞാൻ. അപ്പോൾ 2 വർഷം മുമ്പ് വീഡിയോസെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ട കാരണമെല്ലാം ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാ നല്ലോണം തണുത്ത് വന്നപ്പോൾ ഞാൻ ജാം ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ 2 ബോട്ടിലും കൂടെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിനി. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എല്ലാവരും ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.